അരവിന്ദ് കൂടി ചെയ്യുന്നു. അരവിന്ദ്, കെ സി വേണുഗോപാൽ വസതിയിൽ നിന്നും ഒരുപക്ഷെ വേണുഗോപാൽ പുറത്തേക്ക് ഇറങ്ങുമെന്ന് കേട്ടിരുന്നു. വേണുഗോപാൽ പുറത്തേക്ക് വരുന്നുണ്ടോ അതോ കാർ അവിടെ തന്നെ കിടക്കുകയാണോ? അരവിന്ദ്. ലക്ഷ്മി, കെ സി വേണുഗോപാൽ ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. കാറ് അവിടെ തന്നെ കിടക്കുകയാണ്. അല്പസമയം മുമ്പാണ് വസതിക്ക് ഫ്രണ്ടിലേക്ക് കാറ് ഇട്ടത്. നമുക്കറിയാം, നേരത്തെ കെ സി വേണുഗോപാലുമായി സംസാരിക്കുമെന്നുള്ള റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നിരുന്നു. രാഹുൽ ഗാന്ധി ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അതിനുശേഷം ഒരു കൃത്യമായ അറിയിപ്പ് കെ സി വേണുഗോപാലിന് ലഭിച്ചേക്കും. അതിനുശേഷം കെ സി വേണുഗോപാൽ വസതിക്ക് പുറത്തേക്ക് പോകും എന്ന സൂചനകളാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വാഹനം ഇവിടുന്ന് മാറ്റുന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഹനം എടുക്കുകയാണ്. ഡ്രൈവർ വാഹനത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കെ സി വേണുഗോപാൽ എത്തുമോ എന്നതാണ് ആകാംക്ഷയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇന്ന് തന്നെ ഹൈക്കമാൻഡ് എത്തുമെന്ന് മനസ്സിലാകുന്നു. 3:30 കൂടി രാഹുൽ ഗാന്ധി കൃത്യമായി നേതാക്കളുടെ അഭിപ്രായം തേടി എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് എംപിയുമായി രാഹുൽ ഗാന്ധി സംസാരിച്ചിരുന്നു. കൃത്യമായി കേരളത്തിലെ സാഹചര്യം രാഹുൽ ഗാന്ധി കൊടിക്കുന്നിൽ സുരേഷുമായി സംസാരിച്ചിരുന്നു. എന്താണ് നിലവിലെ മുഖ്യമന്ത്രി പദത്തിലെ ചർച്ചകളിലെ അഭിപ്രായം എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചിരുന്നു. എന്തായാലും കെ സി വേണുഗോപാലിന്റെ കാർ ഇപ്പോൾ വസതിക്ക് മുന്നിൽ നിന്ന് മാറ്റുകയാണ്. അപ്പോൾ കെ സി വേണുഗോപാൽ ഇപ്പോൾ പുറത്തേക്ക് പോകില്ല എന്നതാണ് നിലവിൽ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ചർച്ചകൾക്ക് ശേഷം ഇനിയും കെ സി വേണുഗോപാൽ പുറത്തേക്ക് ഇറങ്ങുമോ എന്ന് ഉറ്റുനോക്കേണ്ടതാണ്. എന്തായാലും വാഹനം ഇപ്പോൾ വസതിക്ക് മുന്നിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. എന്തായാലും കെ സി വേണുഗോപാൽ വസതിക്ക് അകത്ത് തന്നെ തുടരുകയാണ്. ഹാഷ്മി, കെ സി വേണുഗോപാൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനൊരു പ്ലാൻ നടത്തി. അതിനുശേഷം പുറത്തേക്ക് പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കുക. കാര്യം കെ സി കൊണ്ടുപോകാനുള്ള വാഹനം അതിന് മുന്നിൽ വന്നിട്ട് അത് പിന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ എന്തുകൊണ്ടാണ് ആ തീരുമാന മാറ്റം എന്ന കാര്യത്തിലടക്കം നമുക്കറിയില്ല. എന്തായാലും കെ സി, വി ഡി, ആർ സി 3 പേരിൽ ഒരു പേരുമായാണ് രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ. ഇപ്പോൾ ചർച്ച തുടങ്ങിയിട്ട് ഏതാണ്ട് 10-20 മിനിറ്റോളം ആകുന്നുണ്ട്. അതിനെ ചർച്ച എന്നാണോ വിളിക്കേണ്ടത്, അതോ രാഹുൽ ഗാന്ധിയുടെ മനസ്സിലുള്ള ഒരു പേര് ഖാർഗെ അറിയിക്കുകയും ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുവാണോ എന്നറിയില്ല. അതിനിടയിൽ ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്തേക്ക് ഒരു 6:30 കൂടി എത്തും. ആ സമയത്തായിരിക്കണം ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ യോഗം കഴിയുക. അങ്ങനെയാണെങ്കിൽ അത് ഇവിടെയാകുമോ പ്രഖ്യാപനം ഉണ്ടാവുക. എന്തായാലും ഇന്ന് 3 പേരിൽ ഒരു പേര് പ്രഖ്യാപനം എന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. വി ഡി സതീശന്റെ വീട്ടിൽ ധാരാളം ആളുകൾ രാവിലെ മുതൽ തന്നെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. തിരുവനന്തപുരം വഴുതക്കാടുള്ള രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ രമേശ് ചെന്നിത്തല അവിടെയുണ്ട്. ഹരിപ്പാട് എന്നൊക്കെയുള്ള ചില പ്രവർത്തകർ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്കും എത്തിയിട്ടുണ്ട്. കെ സി വേണുഗോപാൽ വീട്ടിൽ ഡൽഹിയിൽ സാധാരണ അങ്ങനെ പ്രവർത്തകർ നേതാക്കളുടെ വീട്ടിലേക്ക് പോകുന്ന പതിവില്ലാത്തതുകൊണ്ടാവണം കെ സി അനുകൂലികളൊന്നും കെ സി വേണുഗോപാലിൻ്റെ വീട്ടിൽ നിലവിൽ എന്തായാലും ഇപ്പോൾ കാണാനില്ല. അവിടെ നിന്ന് ആ വണ്ടി കെ സി വേണുഗോപാലിന് പുറത്തു പോകാനുള്ളൊരു വണ്ടി അങ്ങോട്ടേക്ക് വന്നിരുന്നു. പക്ഷേ ആ വണ്ടി മാറ്റിയിട്ടു. കെ സി തൽക്കാലം പുറത്തേക്ക് പോകുന്നില്ല. മല്ലികാർജ്ജുൻ ഖാർഗെ കെ സി വേണുഗോപാലിനെ വിളിക്കും അല്ലെങ്കിൽ കാണും എന്ന തരത്തിൽ ചില സൂചന ഉണ്ടായിരുന്നു. അങ്ങനെ കാണുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന കാര്യത്തിലുള്ള സസ്പെൻസ് ഇപ്പോഴും തുടരുകയുമാണ്. ഏറ്റവും നിർണായകമായ ഒരു ചർച്ച അവിടെ നടക്കുന്നു. അത് മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ചയാണ്. അല്പസമയം മുമ്പാണ് രാഹുൽ ഗാന്ധി അങ്ങോട്ടേക്ക് എത്തിയത്. കെ സി വീട്ടിൽ തന്നെ തുടരുകയും ചെയ്യുകയാണ്. ബൽറാം ചേരുന്നു. ബൽറാം, ആ ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 10-15 മിനിറ്റെങ്കിലും ആവുന്നു രാഹുൽ ഗാന്ധി എത്തിയിട്ട്. ഹാഷ്മി, ആ ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ അത് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയുടെ രാജാജി വാതിൽ അത് അടഞ്ഞു കിടക്കുകയാണ്. അകത്ത് ചർച്ച പുരോഗമിക്കുന്നു. ആ വാതിൽ തുറന്ന് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും പുറത്തു വരുമ്പോൾ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകും. അത് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രത്തോളം വൈകിക്കഴിഞ്ഞിരിക്കുന്നു നിലവിൽ തന്നെ എന്ന കാര്യം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ കണ്ട കേരളത്തിൽ നിന്നെത്തിയ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ എന്നാൽ രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ ചർച്ച നേരത്തെ നിശ്ചയിച്ചിരുന്നെങ്കിലും മറ്റ് ചർച്ചകളെ തുടർന്ന് അത് നടന്നിരുന്നില്ല. തുടർന്നാണ് ഇന്ന് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ചർച്ച നിശ്ചയിച്ചത്. ഈ ഒരു കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ഒരു പേരിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ ഒരു പേരുണ്ട്. അത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ മുതിർന്ന നേതാക്കളുമായി നടത്തിയ ആശയവിനിമയത്തിൽ ഉൾപ്പെടെ രൂപപ്പെട്ടു വന്ന ഒരു പേരാണ്. ഈ ഒരു പേര് അത് മല്ലികാർജ്ജുൻ ഖാർഗെയുമായുള്ള കൂടിയാലോചനയിലൂടെ ഈ ഒരു അന്തിമ പേരിലേക്ക് എത്തുക, അതിനുശേഷം സോണിയാഗാന്ധിയുമായി ആശയവിനിമയം നടത്തിയ ശേഷം ആ ഒരു പേര് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഇന്ന് സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ എന്നാണ് നേതാക്കൾ അറിയിക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകം ഈ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിൽ നടത്തുന്ന ഈ ചർച്ച തന്നെയായിരിക്കും. ഇരുവരുടെയും മനസ്സിൽ 2 പേരുകൾ ഉണ്ടോ അല്ലെങ്കിൽ
അല്ലെങ്കിൽ നിലവിൽ വിവിധ മാനദണ്ഡങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കമാൻഡ് ഒരു പേരിലേക്ക് എത്താൻ സ്വീകരിച്ച നടപടികൾ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ അത് വ്യത്യസ്തമാണെങ്കിൽ അത് ഉൾപ്പെടെ പരിഗണിച്ച് അവലോകനം ചെയ്ത ശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് ഒരു പേരിലേക്ക് എത്തുക. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും വെളുത്ത പുക കാണുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ ചർച്ചയ്ക്കൂടെ ഒരു വെളുത്ത പുക ഒക്കെ ഉണ്ട്. ഇപ്പോൾ നേരത്തെ വെളുത്ത പുക എന്നുള്ളത് നമ്മൾ ട്രോളായി പറഞ്ഞാണെങ്കിൽ KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് പോലും വെളുത്ത പുക ഇന്ന് കാണും എന്നൊരു അതിനൊരു ആധികാരിക നൽകുന്നത്. വെളുത്ത പുക ഇന്ന് കാണുമോ എന്നുള്ളതാണ് നമ്മുടെ ആകാംക്ഷ. ഇന്ന് തന്നെ ഉണ്ടാവണം ആ വെളുത്ത പുക. അത് ഏത് പുകയാണെങ്കിലും ഇന്ന് തന്നെ 3 പുകയിൽ 1 പുക എന്തായാലും ഇന്നുണ്ടാവും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ അല്പസം 5:30 കഴിഞ്ഞപ്പോഴത്തേക്കാണ് രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിലേക്ക് എത്തിയത്. മുഖ്യമന്ത്രി ആരും തീരുമാനിക്കുന്നില്ല. ഈ ചർച്ചയാണ് അതിനിർണായകമാവുന്നത്. മോസ്റ്റ് ക്രൂഷ്യൽ ചർച്ച എന്ന് ഉറപ്പായും ഈ ചർച്ചയെ വിളിക്കാം. രാഹുലും ഖർഗെയും KC വേണുഗോപാലിനെ കൂടിക്കാഴ്ചയ്ക്കായി വിളിപ്പിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഫോണിൽ വിളിക്കുമോ എന്ന് കേൾക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് KC വേണുഗോപാലിന്റെ കാറ് കേസ് കൊണ്ടുപോകാനായി ആ വാതിലിന് മുന്നിലേക്ക് വന്നിട്ട് പക്ഷേ അതങ്ങ് തിരികെ പോയി. അപ്പോൾ ഇപ്പോൾ പോകുന്ന കാര്യമൊന്നും അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഫോണിൽ സംഭാഷണം ഉണ്ടെങ്കിൽ അതും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ഈ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് അതിനിർണായകമാണെന്നും പറയാം ആ ഫോൺ കോൾ. അതിന് 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്ന് KC മുഖ്യമന്ത്രിയാവുന്നു അല്ലെങ്കിൽ KC മുഖ്യമന്ത്രി ആവുന്നില്ല എന്ന 2 പോസിബിലിറ്റി. ഒന്ന് KC മുഖ്യമന്ത്രിയാവുന്നു അല്ലെങ്കിൽ VD മുഖ്യമന്ത്രിയാവുന്ന പോസിബിലിറ്റിയാണ്. ഒരു പക്ഷേ KC വേണുഗോപാലിനെ ആ ഫോണിൽ വിളിക്കാൻ പിന്നിലുള്ള കാരണം അതിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും ആ ചർച്ചകൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഖാർഗെയുടെ അവസ്ഥയാണ്. ഖാർഗെയുടെ അവസ്ഥ അല്പസം മുമ്പ് രാഹുൽ ഗാന്ധി അങ്ങോട്ടേക്ക് എത്തി. VD സതീശന്റെ പറവൂരിലെ വീടിന് മുന്നിൽ രാവിലെ മുതൽ തന്നെ VD സതീശൻ അവിടെ പറവൂരിലെ വസതിയിലുണ്ട്. രാവിലെ മുതൽ തന്നെ പ്രാദേശിക നേതാക്കൾ ഇൽദോസ് കുന്നപ്പള്ളി അടക്കമുള്ള നേതാക്കൾ അവിടുത്തെ ഒരു മേഖല ചില പഞ്ചായത്ത് ഭാരവാഹികൾ ചില കോൺഗ്രസ് ഭാരവാഹികളൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.